ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 345. നമ്മൾ 63ാമത്തെ ഉപനിഷത്തായിട്ട് ചാന്തോക്യോപനിഷത്താണ് നോക്കുന്നത്. അതിൽ അധ്യായം 2-ൽ 22ാമത്തെ ഖണ്ഡമാണ് ഇത്. നമ്മൾ ഇതുവരെ സാമത്തെ പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടാണ് കണ്ടത്. ഇനി പ്രപഞ്ച സൃഷ്ടി നടക്കുന്നത് സ്വരത്തിൽ നിന്നാണ്, ഒരു ശബ്ദത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഓമിൽ നിന്നാണ്. ആദ്യം ഓമിൽ നിന്നാണ്, അല്ലെങ്കിൽ അക്ഷരങ്ങളിൽ നിന്നാണ്. അക്ഷരങ്ങളാണ് സയൻസായിട്ട് മാറുന്നത്. സയൻസ് ആണെങ്കിൽ അക്ഷരം വേണം. നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ അക്ഷരം ഉണ്ടെങ്കിലല്ലേ, ഭാഷയുണ്ടെങ്കിലല്ലേ നമുക്ക് സയൻസ് പഠിക്കാൻ പറ്റൂ. എന്ത് പ്രവർത്തിക്കണ്ടെങ്കിലും ഭാഷ വേണം. അക്ഷരങ്ങളിലൂടെയാണ് പ്രപഞ്ചമുണ്ടായിരിക്കുന്നത്, സയൻസിലൂടെ. അക്ഷരങ്ങളെ ചില ദേവതകളെല്ലായിട്ട്, ദേവതകൾ എന്താണെന്ന് നമുക്കറിയാലോ, പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ചില ശക്തികളാണ്. അതുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഇവിടെ ഈ ഖണ്ഡത്തിൽ. നമുക്കെന്താണെന്നോ പറയുന്നത് നോക്കാം. പശുക്കൾക്ക് ഹിതകരമായ സാമത്തെ സംബന്ധിച്ച ഗാനം ആലപിക്കുക. പശുക്കൾക്ക് ഹിതകരമായിട്ടുള്ള സാമത്തെ. പശുക്കൾ എന്ന് പറയുമ്പോൾ ജീവജാലങ്ങൾ എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. മനുഷ്യരും മൃഗങ്ങളും എല്ലാം അതിൽ പെടും. അപ്പോൾ പശുക്കൾക്ക് ഹിതകരം ആയ സാമത്തെ എന്തു വേണം? അതുമായിട്ട് ബന്ധപ്പെട്ട ഗാനം ചെയ്യുക. ആ പശുക്കളെ, ജീവജാലങ്ങളെ ഉണ്ടാവുന്നതിന് വേണ്ടി ഗാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഗാനത്തിലൂടെ നമ്മൾ എന്താണ് പറയുന്നത്? ശാസ്ത്രതത്വങ്ങളാണ് പറയുന്നത്. വേദമന്ത്രങ്ങളെല്ലാം അതിൽ പെടുകയാണ്. അപ്പം സയൻസിലൂടെയാണ് ജീവജാലങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവജാലങ്ങൾ ഉണ്ടാകുന്നതും അവ പ്രവർത്തിക്കുന്നതും അവ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതും. അത് അഗ്നിദേവനായുള്ള ഉദ്ഗീതമാണ്. അഗ്നിദേവൻ, അഗ്നിയാണ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളത്. അഗ്നിയില്ലെങ്കിൽ ജീവജാലങ്ങളില്ല. അപ്പം അത് അഗ്നിക്കുള്ള ഉദ്ഗീതമാണ്. കാരണം ഭൂമിയിൽ അഗ്നി ചൂടുള്ളത് കൊണ്ടാണ് ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. ചൂടില്ലെങ്കിൽ മരവിച്ചു പോയാലോ? ഭൂമി മുഴുവൻ ഐസായിട്ട് മൂടിക്കിടക്കുകയാണെങ്കിൽ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ, ഐസിനും ഒരു ചൂടുണ്ട്. ഒട്ടും ചൂടില്ലെങ്കിലോ? അത് പ്രജാപതിക്ക് സമാനമാണ്. പ്രജാപതിയിലൂടെയാണ് സൃഷ്ടികർമ്മങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. പ്രജാപതി, പ്രജകളുടെ പതി. അപ്പം അത് പ്രജകൾക്ക് സമാനമാണ്. ഇനി സോമൻ, ദേവതകൾക്കായുള്ള ഉദ്ഗീതം. സോമൻ എന്ന ദേവതക്കുള്ള ഉദ്ഗീതം സ്പഷ്ടമായിട്ടുള്ളതാണ്. സോമന്റെ പ്രത്യേകത, ചന്ദ്രനിലൂടെയാണ് ജീവജാലങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അത് സ്പഷ്ടമാണ്, വ്യക്തമാണ്. അതുവരെ ചന്ദ്രനിലൂടെയാണ് ജീവജാലങ്ങൾ. ചന്ദ്രന് വലിയ പ്രാധാന്യമുണ്ട്. സൂര്യനും ചന്ദ്രനും കൂടിയിട്ടാണ്, ഒന്ന് പിതാവ് മറ്റേ മാതാവ് എന്ന നിലയിലും എടുക്കാം. സോമവും ചന്ദ്രനുമായിട്ട് ബന്ധമുണ്ട്. അപ്പം അത് സ്പഷ്ടമായിട്ടുള്ളതാണ്, വ്യക്തമാണ്. അതിലൂടെയാണ് ഈ പ്രപഞ്ചം വ്യക്തമായി വന്നത്. സൂര്യനും ചന്ദ്രനും കൂടി ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചം വ്യക്തമായിട്ട് തീർന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി അഗ്നിയാണ്. അതിനെയെല്ലാം ഏകോപിപ്പിച്ച ശക്തിയാണ് പ്രജാപതി. വായുദേവനായിട്ടുള്ള ഗാനം മൃദുവും മധുരമായിട്ടുള്ളതുമാണ്. വായു വളരെ സോഫ്റ്റാണ്. പഞ്ചഭൂതങ്ങളിൽ വായു, ആദ്യം അഗ്നിയിൽ നിന്ന് അഗ്നി, വായു. വായുവിനുള്ള മന്ത്രം സോഫ്റ്റാണ്. അതായത് വായു സോഫ്റ്റാണ്. ഇന്ദ്രനായിട്ടുള്ള ഗാനം ബലമുള്ളതാണ്. ഇന്ദ്രനെ സ്തുതിക്കുമ്പോൾ ബലവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് സ്തുതിക്കേണ്ടത്. കാരണം
എല്ലാ യജ്ഞങ്ങൾക്ക് പിന്നിലും അതിനെ ഏകോപിപ്പിച്ചിട്ട് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് പിന്നിൽ, പ്രപഞ്ചം തന്നെ ഉണ്ടാക്കുന്നതിന് പിന്നിൽ ഇന്ദ്രന്റെ ബലമാണ് ഉള്ളത്. അപ്പൊ ഇന്ദ്രനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ബലത്തിൽ ചിന്തിക്കണം. അങ്ങനെയുള്ള ഗാനങ്ങൾ വേണം നമ്മൾ ഇന്ദ്രനെ പറ്റി ആലപിക്കാൻ. ബൃഹസ്പതിയുടെ ഗാനം, ആ ദേവതയായിട്ട് ബന്ധപ്പെട്ട ഗാനം ക്രൗഞ്ചപക്ഷിയുടെ നാദത്തിന് തുല്യമാണെന്ന് പറയുകയാണ്. അതിൻ്റെ ശബ്ദം, ക്രൗഞ്ചപക്ഷി ആ പക്ഷിയുടെ ശബ്ദത്തിന് തുല്യമായിട്ടാണ് പറയുന്നതെന്ന് ഞാൻ കേട്ട്. എന്താ ക്രൗഞ്ചപക്ഷി, അതിൻ്റെ ശബ്ദം ഓർമ്മ വരുന്നില്ല എങ്ങനത്തെയാണെന്ന്. വരുണനായിട്ടുള്ള ഗാനം, കാരണം എല്ലാ യജ്ഞത്തിലും ഓർബിറ്റുകളാണ് പങ്കെടുക്കുന്നത്. അത് പൊട്ടിയ ഓടിൻ്റെ സ്വരമാണ്, ഓട് പൊട്ടുന്ന സ്വരമാണ്. നമുക്കറിയാം ഓർബിറ്റുകളാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്, അതിലുള്ള ഇലക്ട്രോണുകൾ. ഇപ്പം ചാർജുള്ള കണങ്ങളെല്ലാം കൂടിച്ചേരുമ്പോഴാണ് മേഘയെല്ലാം ഇടിമിന്നലിൻ്റെ ശബ്ദമെല്ലാം ഉണ്ടാകുന്നത്. ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ആ ശബ്ദമെല്ലാം വരുന്നത്. ആ ശബ്ദത്തോട് പോകുമ്പോൾ ഏത് ഓട് പൊട്ടുന്ന ശബ്ദത്തോടു കൂടിയാണ് വരുണനെ സ്വരം ആ തരത്തിലുള്ളതായിരിക്കണം. ഇവയെല്ലാം പ്രയോഗിക്കണം എന്ന് പറയുമ്പോൾ, എന്നാൽ വരുണന്റെ ശബ്ദം മാത്രം അധികം സ്വീകരിക്കണ്ട എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം വരുണൻ എന്ന് പറഞ്ഞാൽ ആ രാസപ്രവർത്തനം നടക്കുമ്പോഴുള്ള അത് സ്ഥായിയായ അവസ്ഥയല്ല, സ്ഥായിയായിട്ടുള്ളതാണ് ബാക്കിയുള്ളതല്ല. ഇവിടെ സ്വരങ്ങൾ, സ്തുതിക്കുന്ന സ്വരങ്ങൾ ആ ഏതിനെ പറ്റിയാണോ സ്തുതിക്കുന്ന അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് സ്തുതിക്കണം എന്നാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മന്ത്രങ്ങളിലൂടെ ഓരോ വസ്തുവിനെ പറ്റിയും വ്യാഖ്യാനിക്കുന്ന അത്തരത്തിലാണ്. ഇന്ദ്രനെ വ്യാഖ്യാനിക്കുമ്പോൾ ധീരനാണ്, യോദ്ധാവാണ്, അങ്ങനെയാണ്, അവൻ എന്തും ചെയ്യും എന്നുള്ള ഒരു ശൈലിയിൽ വർണ്ണിക്കുമ്പോൾ ചന്ദ്രനെ വേറൊരു ശൈലിയിലാണ് വർണ്ണിക്കുക. അപ്പം സ്വരങ്ങളിലൂടെ അവയെ സ്തുതിക്കുന്നത്, മന്ത്രങ്ങളിലൂടെ അവയുടെ സ്വഭാവത്തെ മനസ്സിലാക്കാൻ പറ്റണം. ഭാഷ ഉണ്ടാക്കുമ്പോൾ, ഒരു ഭാഷ ഉണ്ടാക്കുമ്പോൾ, ആ ഭാഷ പ്രയോഗിക്കുമ്പോൾ ആ സ്വരത്തിൽ നിന്ന് തന്നെ അതിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാകുന്ന തരത്തിലാണ് സ്വരങ്ങൾ കൊടുക്കേണ്ടത്. കാണാൻ കൊള്ളാതെ ഒരുത്തന് സുന്ദരൻ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഭാഷ ഉണ്ടാക്കിയിരിക്കുന്നത്, ഭാഷ ഉപയോഗിക്കുമ്പോൾ, ഭാഷ പ്രയോഗിക്കുമ്പോൾ ആ ദേവൻ്റെ ഏതൊന്നിനെ പറ്റിയാണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം സുന്ദരനായ ഒരു ആളെ പറ്റിയാണ് പറയുന്നതിന്, ഒരു സുന്ദരനായ ഒരു കുട്ടിയുണ്ട്, നല്ല കാണാൻ കൊള്ളാം, അവന് വിരൂപൻ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പം പേരിടുമ്പോൾ മക്കൾക്ക് എല്ലാവരും സുന്ദരനാണ്, അപ്പോൾ സുന്ദരൻ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ പറഞ്ഞത് ഭാഷയിൽ സ്വരങ്ങൾ അല്ലെ ഗാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെ സ്തുതിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ആ സ്വഭാവവുമായി ചേർത്തുകൊണ്ട് സ്തുതിക്കണം. നമ്മളും ഒരാളെ പറ്റി പറയുമ്പോൾ അയാൾ നല്ല സ്വഭാവമുള്ള ആളാണെങ്കിൽ ആ തരത്തിൽ അയാളെ പറ്റി സംസാരിക്കണം. അല്ലാതെ നമ്മൾ മറച്ചു കെട്ടിയിട്ട് പറയാൻ പാടില്ല. ജീവിതത്തിൽ അങ്ങനെയെല്ലാം ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മളൊരു പേര്, ഇവിടെ ഭാഷ ഉപയോഗിക്കേണ്ട കാര്യമാണ് പറയുന്നത്. ഒരു ഭാഷ ഉപയോഗിക്കുമ്പോൾ അതിൽ ശബ്ദങ്ങൾ, ഗാനങ്ങൾ, ഒരു വസ്തുവിനെ, ദേവതയെ വർണ്ണിക്കുമ്പോൾ, ദേവത ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവതയാണ്, നമ്മളും ദേവതയാണ്, കല്ലും ദേവതയാണ്. അതിനെ വർണ്ണിക്കുമ്പോൾ ആ ഭാഷ അതിനനുസരിച്ച് ഉപയോഗിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് അക്ഷരങ്ങളിലേക്ക് കടന്നില്ല. അതിന് മുമ്പിൽ മനുഷ്യൻ ധ്യാനിക്കേണ്ടത് എന്താണെന്ന് പറയുകയാണ്. നമ്മുടെ ധ്യാനം, നമ്മുടെ ചിന്ത എപ്പോഴും ഏത് തരത്തിലായിരിക്കണം? ദേവന്മാർക്ക് അമൃതത്വം സാധിപ്പിച്ചു കൊടുക്കുന്ന തരത്തിൽ, ദേവന്മാരെ അമരന്മാരായി മാറുന്ന തരത്തിൽ. ഈ ലോകം ദേവന്മാർക്കുള്ളതാണ്, നല്ല ആൾക്കാർക്കുള്ളതാണ്, അസുരന്മാർക്കുള്ളതല്ല.
അപ്പം നമ്മളെ ചിന്തകൾ എപ്പോഴും ദേവന്മാരെ അമരന്മാരാക്കി മാറ്റുന്ന തരത്തിലുള്ള ചിന്തകൾ നമ്മൾ ധ്യാനിക്കണം. പിതൃക്കൾക്ക് സ്വധ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. പിതൃക്കളെ പറ്റി പറയുമ്പോൾ സ്വധ അത് വെച്ചാണ് ഉച്ചരിക്കുക. അവർക്കൊരു ശബ്ദം കൊടുത്തിരിക്കുന്നത്. സ്വധ എന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിതൃക്കളെ സ്തുതിക്കാനാണ്. ആരാണ് പിതൃക്കൾ എന്ന് പറഞ്ഞത്? പിതൃക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മാവാണ്. ആത്മാവിന് മരണമില്ല. അപ്പോൾ ആത്മാവ് എന്ന് പറഞ്ഞാൽ നിർഗുണമായ ബ്രഹ്മമാണ്. അതാണ് നമ്മളായി മാറിയത്. നമ്മളായി മാറുമ്പോൾ ആ ആത്മാവാണ്. ഈ ശരീരമല്ല ആത്മാവ്. ശരീരം അതൊരു വസ്ത്രം എടുത്തിടുമ്പോഴാണ് ഈ രൂപം വരുന്നത്. അപ്പോഴാണ് നമ്മൾ ഉള്ളിലുള്ള ആത്മാവ് എന്ന് പറയുന്നത്. വസ്ത്രം എടുത്ത് കഴിയുമ്പോൾ ആത്മാവ് അവിടെയുണ്ട്. പക്ഷെ അതിനെ പ്രമോദ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതപ്പോൾ ആത്മാവാണ്. അതിനെ അഭിസംബോധന ചെയ്യുന്നതാണ് പിതൃക്കൾ. അപ്പം പിതൃക്കൾ എന്ന് പറയുമ്പോൾ ഉടുപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരാവും. ഉടുപ്പെടുത്ത് കളയുമ്പോൾ അത് മരിക്കുമ്പോൾ പിന്നെ ഈ ശരീരം കളഞ്ഞു. പക്ഷെ ആത്മാവ് അവിടെയുണ്ട്. എന്നേരമുള്ള ആത്മാവിനാണ് പിതൃക്കൾ എന്ന് പറയുന്നത്. അതിനെ അഭിസംബോധന ചെയ്യുന്ന വാക്കാണ് സ്വധ. ഇപ്പം പിതൃക്കൾക്കായിട്ടുള്ള മന്ത്രങ്ങളിലെല്ലാം ഇത് ഉപയോഗിക്കും. അപ്പം പിതൃക്കളെ കാര്യം പറഞ്ഞു. പിന്നെയുള്ളത് വേഷം കെട്ടിയിരിക്കുന്ന നമ്മളെ കാര്യമാണ്. അത് മനുഷ്യർ എന്ന് പറയാം. മനുഷ്യരുടെ ആശയം ഞാൻ ആഗാനം ചെയ്യുന്നു. മനുഷ്യർക്ക് എന്താണുള്ളത്? ആഗ്രഹങ്ങളുണ്ട്. മനുഷ്യനാകുമ്പോൾ ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് അവൻ കർമ്മം ചെയ്യുന്നത്. അപ്പം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവനെ നയിക്കുന്നത് ആഗ്രഹങ്ങൾ തന്നെയാണ്, ആശയാണ്. അതാണ്. അതില്ലെങ്കിൽ പിന്നെന്ത്? ഒന്നുമില്ല. അപ്പം ആശയാണ് മനുഷ്യൻ. അപ്പം മനുഷ്യൻ്റെ അടിസ്ഥാനം ആശയാണ്. അതിനെ ഗാനം ചെയ്യുന്നു. പശുക്കൾക്ക് പുല്ലും വെള്ളവും ആഗാനം ചെയ്യുന്നു. പശുക്കൾക്ക് വേണ്ടത് എന്താണ്? പുല്ലും വെള്ളവുമാണ് വേണ്ടത്. അപ്പം അത് യജമാനന് സ്വർഗത്തെ ആഗാനം ചെയ്യുന്നു. യജമാനനെ പറ്റി നമ്മൾ പറയുമ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? നല്ലൊരു ലോകം, സ്വർഗലോകം, നല്ലൊരു ലോകം. അതാണ് യജമാനൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അന്നത്തെ ആഗാനം ചെയ്യുന്നു. എനിക്ക് വേണ്ടത് എന്താണ്? അന്നമാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ടുള്ള ഗാനങ്ങളെല്ലാം അന്നവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ മനസ്സുകൊണ്ട് ധ്യാനിച്ച് സ്തുതിക്കുക. ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കണം. അപ്പോൾ ഓരോ ആൾക്കും ഓരോന്നിലാണ് ഓരോ അവസ്ഥകളുണ്ട്, ഓരോ താല്പര്യങ്ങളുണ്ട്. ആ തരത്തിലാണ് കാണേണ്ടത്. ദേവന്മാരെന്നത് ഉദ്ദേശിക്കുന്നത് അനശ്വരമായ അവസ്ഥയാണ്, ഏറ്റവും ഉയർന്ന അവസ്ഥയാണ്. പിതൃക്കൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഉടുപ്പെടുത്ത് കഴിഞ്ഞാലുള്ള അത് സ്വധ കൊണ്ട് ഗാനം ചെയ്യുക. മനുഷ്യർക്ക് ആശയാണ് അവനെ നയിച്ചു കൊണ്ടുപോകുന്നത്. പശുക്കൾക്ക് പുല്ലും വെള്ളവും എല്ലാമാണ് വേണ്ടത്. യജമാനന് നല്ലൊരു ലോകമാണ് വേണ്ടത്. അത് നമ്മളെ നയിക്കുന്ന ആൾക്കാർക്ക്. എനിക്ക് വേണ്ടത് അന്നമാണ്. അങ്ങനെ ആ തരത്തിൽ ഗാനം ചെയ്യണം. അപ്പം നമ്മളുടെ ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്തുതിക്കുന്നത്, പറയുന്നത്. ഒരാളെ പറ്റി, ഒരു മനുഷ്യനെ പറ്റി പറയുമ്പോൾ അയാളുടെ ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറയേണ്ടത്. അങ്ങനെയാണ് ആ ഗാനം ചെയ്യേണ്ടത്. ഇതെല്ലാം ഏതിനെ കൊണ്ടാണ് ചെയ്യുക? ഭാഷകളെ കൊണ്ടാണ് വർണ്ണിക്കുക. അപ്പം ഭാഷകൾ ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിൽ ആദ്യം അക്ഷരങ്ങളാണ്. അപ്പം ഇനി അക്ഷരങ്ങളെപ്പറ്റി ഒന്ന് പറഞ്ഞു തരികയാണ്. എല്ലാ സ്വരങ്ങളും ബലം നൽകുന്നവയാണ്. സ്വരാക്ഷരങ്ങൾ, എല്ലാ സ്വരങ്ങളും ബലം നൽകുന്നവയാണ്. അത് നൽകുന്ന പ്രാണന്റെ ആത്മാക്കളാകുന്നു. എല്ലാ സ്വരങ്ങളും ബലം നൽകുന്ന പ്രാണന്റെ ആത്മാക്കളാണ്. അപ്പോൾ അക്ഷരങ്ങളിൽ നിന്നാണ് സയൻസ് ഉണ്ടാകുന്നത്. സയൻസിലൂടെയാണ് മനുഷ്യന് ബലം കിട്ടിയിട്ട് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത്.
അതിൽ തന്നെ ഏറ്റവും പ്രധാനം ആദ്യമുള്ളത് സ്വരാക്ഷരങ്ങളാണ്. അതാണ് ആത്മാക്കൾ. സ്വരാക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ ആ പോലെയുള്ള, നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുമ്പോൾ എ ഇ ഐ ഒ യു എന്നെല്ലാം പഠിപ്പിച്ചിട്ടില്ല, വവ്വൽസ് എന്നുള്ള എ ഇ ഐ ഒ യു അല്ലോ, അതില്ലാതെ മറ്റുള്ള വാക്കുകളൊന്നും ഇല്ല എന്നെല്ലാം പണ്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള ഇതാണ് ഈ സ്വരാക്ഷരങ്ങൾ. അതാണ് ആത്മാവ്. എന്തുകൊണ്ടാണ് പ്രാണന്റെ ആത്മാക്കളാകുന്നു? എന്തുകൊണ്ടാണ് അത്? പ്രാണനാണല്ലോ തുടക്കം. പ്രാണന് സ്വയം നിലനിൽക്കാൻ പറ്റുന്നതാണ് ആത്മാവ്. അത് മാത്രമേ സ്വയം നിലനിൽക്കുള്ളൂ. അതുപോലെ ഈ സ്വരാക്ഷരങ്ങൾക്ക് സ്വയം നിൽക്കാൻ പറ്റും. അതിനാരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ആ എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അതിന് അർത്ഥം വേണോ വേണ്ടയോ എന്നുള്ളതല്ല. പണ്ട് കാലത്തല്ല ഈ ആ ഊ നല്ലാക്കിയിട്ട് തന്നെയാണ് ആൾക്കാരെ ഭാഷ വരുന്നതിനെ കാട്ടി മുമ്പിൽ. കാരണം അതിന് സ്വന്തം നിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അത് അതുകൊണ്ടാണ് അതിനെ പ്രാണന്റെ ആത്മാക്കൾ എന്ന് പറയുന്നത്. പ്രാണനെല്ലാം സ്വയം നിൽക്കാൻ പറ്റുന്ന ആത്മാവിന്, അതാണ് സ്ഥായിയായിട്ടുള്ളത്. അത്തരം വായിൽ നിന്ന് വരുന്ന ആ ഒരു സംഗതികളെയാണ് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അത് സ്വയം നിൽക്കും. ആ ഊ എന്നെല്ലാം ശബ്ദാക്കുന്നില്ല നമ്മൾ. അതിന് പിന്നെ ആരെ കൂട്ടൊന്നും ആവശ്യമില്ല. വേറെ വാക്കുകളുടെ അല്ലെ അക്ഷരങ്ങളുടെ ഒന്നും ആവശ്യമൊന്നും അതിനില്ല. വെറുതെ അങ്ങ് അടിച്ചു വിട്ടാൽ മതി, അത് സ്വയം നിലനിൽക്കും. അപ്പോൾ അത് ബ്രഹ്മത്തോടടുത്തതാണ്, ആത്മാവിനോടടുത്തതാണ്, അല്ലെങ്കിൽ പ്രാണനോടടുത്തതാണ് ആകുന്നു. എല്ലാ സ്പർശങ്ങളും മൃത്യുവിൻ്റെ ആത്മാക്കളാകുന്നു. പിന്നെ സ്പർശങ്ങൾ എന്ന് പേര് കാരണം വ്യഞ്ജനങ്ങളാണ്. അത് കാറ്റും ആവരെയുള്ളതാണ്. വ്യഞ്ജനാക്ഷരങ്ങൾ അത് സ്പർശിക്കും. പറയുമ്പോൾ നാവോ ചുണ്ടോ അല്ലേ എവിടെയെങ്കിലും സ്പർശിച്ചിട്ടേ അതിന് ശബ്ദം വരികയുള്ളൂ. മറ്റേതുമാതിരി സ്വതന്ത്രമല്ല, അതിന് സ്വതന്ത്രമായിട്ട് നിലനിൽക്കാൻ പറ്റില്ല. ഊന്നാക്കിക്കഴിഞ്ഞാൽ ആ നെല്ലാക്കുമ്പോൾ, നമ്മൾ ആ നാക്കുമ്പോൾ ആൾ കാണുമ്പോൾ എന്താ ഇവന് പറ്റിയെന്ന് ചിന്തിക്കും. കായെന്ന് പറഞ്ഞാലോ, നമ്മൾ ആരെയും എന്തൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്ന് പറഞ്ഞാലോ, എന്തോ നട ഇവൻ എന്നാ ഈ പറഞ്ഞ ഒന്നും പിടികിട്ടിയില്ലല്ലോ എന്ന് പറയും. എന്നാ ആ എന്ന് പറഞ്ഞാൽ എന്താ പറ്റിയ എന്ന് ചോദിക്കും. ഇപ്പം സ്വരാക്ഷരങ്ങൾക്ക് നിൽക്കാം, പക്ഷെ കാ പോലെയുള്ള വ്യഞ്ജനങ്ങൾക്ക് അത് മറ്റുള്ളതിനെ സ്പർശിച്ച്, നാക്കിന് സ്പർശിച്ചിട്ട് അല്ലെങ്കിൽ ചുണ്ടിന് സ്പർശിച്ചിട്ടേ പോകാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് സ്പർശങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിന് ഒറ്റക്ക് നിലനിൽപ്പില്ല, അത് കൂടിച്ചേർന്നിട്ടേ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് മൃത്യുവിൻ്റെ ആത്മാക്കൾ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് മരണമുള്ള എല്ലാ വസ്തുക്കൾക്കും ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ ആ വസ്തുക്കൾക്കെല്ലാം പേര് കൊടുത്തിരിക്കുന്നത് വ്യഞ്ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. പക്ഷേ അതിന് ഒറ്റക്ക് പറയാൻ പറ്റില്ല. ഓരോന്നിന് കുക്കിന്ന് സയൻസിൽ നമ്മൾ ABCD എന്നെല്ലാം പേര് കൊടുക്കുന്നു, അക്ഷരങ്ങൾ XY എന്നെല്ലാം കൊടുക്കുന്നുണ്ട്. അതുപോലെയല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ചക്ക മാങ്ങ എന്നെല്ലാം പറയേണ്ടെങ്കിൽ ഒറ്റ അക്ഷരം എടുത്തിട്ട് പറയാൻ പറ്റില്ല. അതേസമയം സ്വരാക്ഷരങ്ങൾ കൂടിയേ പറ്റും താനും. ഇപ്പം ഭാഷയായിപ്പോയി. അതുകൊണ്ട് അങ്ങനെയുണ്ടാകുന്ന വസ്തുക്കൾക്കെല്ലാം എന്തുണ്ട്? വൃത്തിയുള്ള വസ്തുക്കൾക്കാണ്, വൃത്തിയുടെ ആത്മാക്കളാണെന്ന് പറയുന്നു. എന്ത്? സ്പർശനങ്ങൾ അല്ലെങ്കിൽ വ്യഞ്ജനാക്ഷരങ്ങൾ. ഈ സത്യം അറിയുന്ന ഉദ്ഗാതാവിനെ സ്വരങ്ങളെ സംബന്ധിച്ച് കുറ്റപ്പെടുത്തുന്നവർ, അപ്പം ഈ പറയുന്നതിന് ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് സൂക്ഷ്മമായ ഒരു വശമാണ്. പ്രപഞ്ച സൃഷ്ടി സമയത്ത് സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്,
വ്യഞ്ജനാക്ഷരങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ളതാണ് പ്രപഞ്ചമായി മാറിയത്. ആ ഇലക്ട്രോണും പ്രോട്ടോണും കൂടിച്ചേർന്നിട്ട് പ്രപഞ്ചമായി മാറിയതുപോലെ അപ്പം അവയെല്ലാമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നേരെ അതിൻ്റെ സ്വഭാവം വെച്ച് പറയണമെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട് പേരിടുമ്പോഴെല്ലാം. അപ്പം ഇങ്ങനെയാണ് വസ്തുക്കൾക്ക് പേര് വന്നിരിക്കുന്നത്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും. ഈ സത്യം അങ്ങനെ ഗാഠമായി ചിന്തിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ ആരെങ്കിലും ഇത് പറയുമ്പോൾ ഈ സത്യം അറിയുന്ന ഉദ്ഗാതാവിനെ സ്വരങ്ങളെ സംബന്ധിച്ച് ആരെങ്കിലും കുറ്റപ്പെടുത്തുകയാണെങ്കിൽ, സ്വര ചുമ്മാ അതിലൊന്നും ഒരു കാര്യമില്ല, അക്ഷരങ്ങൾക്കൊന്നും ഈ വസ്തുക്കളുമായിട്ട് ഈ പ്രപഞ്ചമായി മാറിയതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നത് ഇലക്ട്രോണിനും പ്രോട്ടോണിനും എൻ്റെ ശരീരവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നത് പോലെയാണ്. സയൻസിനറിയാം ഇലക്ട്രോണും പ്രോട്ടോണും ആണ് ഈ ശരീരം മുഴുവനുള്ളത്. പക്ഷെ എല്ലാതോടെ നീ ഇലക്ട്രോണും പ്രോട്ടോണും ആണെന്ന് ചോദിച്ചാൽ നിനക്ക് തലക്ക് ലെവലില്ലേ എന്ന് ചോദിക്കും അവർ, വിവരമില്ലാത്ത കക്ഷികൾ. അതുപോലെ അക്ഷരങ്ങളെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും, സ്വരാക്ഷരങ്ങൾ ബ്രഹ്മാവുമായി ആരുമായിട്ട്, പ്രാണനുമായിട്ട് അല്ലെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. മറ്റുള്ളത് മൃത്യുവായിട്ടും മരണമുള്ള വസ്തുക്കൾക്കുള്ളതാണ് സ്പർശനങ്ങൾ അല്ലെങ്കിൽ വ്യഞ്ജനാക്ഷരങ്ങൾ, കാറ്റുമാവരിയുള്ളത്. ഈ സത്യം ആരെങ്കിലും പരിഹസിക്കുകയാണെങ്കിൽ പറയണം, അത് ഞാൻ ഇന്ദ്രനെ സമീപിച്ചിട്ടുണ്ട്, ഇന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട്, ഇന്ദ്രൻ നിന്റെ കാര്യം നോക്കിക്കോളും, അതിനുള്ള ഉത്തരം ഇന്ദ്രൻ നൽകിക്കോളും എന്ന് പറയുകയാണ്. നമ്മൾ മറുപടി പറയാൻ പോകണ്ട. കാരണം ഇത് പറഞ്ഞ് ബോധിപ്പിക്കാൻ അത്ര എളുപ്പമല്ല. അക്ഷരങ്ങൾക്ക് വസ്തുക്കളുമായിട്ടും ജീവിതവുമായിട്ടെല്ലാം ബന്ധമുണ്ട്. ആ അക്ഷരങ്ങളാണ് സയൻസിലൂടെ പ്രപഞ്ചമായി മാറിയത്. ഏതുപോലെ ഇലക്ട്രോണും പ്രോട്ടോണുമാണ് പ്രപഞ്ചമായി മാറിയത്. ഇലക്ട്രോണും പ്രോട്ടോണുമാണ് പ്രപഞ്ചമായി മാറിയതെന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാകും. പക്ഷേ അക്ഷരങ്ങളാണ് പ്രപഞ്ചമായി മാറിയത് എന്ന് പറഞ്ഞാൽ ആൾ കുറ്റപ്പെടുത്തും. അവരോട് മറുപടി ഒന്നും പറയാൻ പോകണ്ട, അത്രയും ഗൂഢമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് അതിൻ്റെ ഉത്തരം ഇന്ദ്രൻ നൽകിക്കൊള്ളും. അതുപോലെ ഉദ്ഗാതാവിനെ ഊഷ്മാക്കളെ കുറ്റപ്പെടുത്തുന്നവർ, ഊഷ്മാക്കളെപ്പറ്റി അറിയുന്ന ഉദ്ഗാതാവിനെ മറ്റുള്ളവർ ഇതേപോലെ എന്തെങ്കിലും കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ പ്രജാപതിയെയും സമീപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞേക്കണം. എന്താണ് ഊഷ്മാക്കൾ? ഊഷ്മാക്കൾ എന്ന് പറയുന്നത് ഷ, ഷ, സ, ഹ അക്ഷരങ്ങളാണ്. അപ്പൊ ഈ അക്ഷരങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഷ, ഷ, സ, ഹ ഊഷ്മാക്കൾ. അത് ഊഷ്മാക്കൾ എന്ന് പേര് വരാൻ കാരണം അത് ഉഷ്ണവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ്, അഗ്നിയോട് ചേർന്നുകൊണ്ടാണ് വെളിയിലേക്ക് വരുന്നത് ഊഷ്മാവ്. ഷ, ഷ, സ, ഹ എന്ന് പറയുമ്പോൾ അഗ്നിയും ഊർജവും ചേർന്നുകൊണ്ടാണ് അത് പ്രവഹിക്കുന്നത് പുറത്തേക്ക്. അതിൻ്റെ കൂടെ അഗ്നിയും കൂടിയുണ്ട്, എല്ലാത്തിൻ്റെ കൂടി അഗ്നിയുണ്ട്, പക്ഷേ ഇതിൽ കുറച്ച് അഗ്നി കൂടുതലാണ്. ഷ, ഷ, സാഹ എന്ന് പറയാൻ കുറച്ച് നമ്മൾ ഊർജം പ്രയോഗിക്കണം. അത് ആ ഊർജം ഉണ്ടെങ്കിലേ അക്ഷരം വരുള്ളൂ പുറത്തേക്ക്. അപ്പം അത് തൂക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ അഗ്നി തൂക്കിക്കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. കാക്കാഗാങ്ങനൊന്നും അത്ര ചൂടില്ല. പക്ഷേ ഷാ, ഷാ, സാഹ എന്നെല്ലാം പറയുമ്പോൾ അതിൽ കുറച്ച് ഊർജം കൂടുതലുണ്ട്, ചൂട് കൂടുതലാണ്. അതുകൊണ്ടാണ് ഊഷ്മാക്കൾ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം എനർജി ലെവല് ഈ അക്ഷരങ്ങൾക്കെല്ലാം വ്യത്യാസമുണ്ട്. ഇതെല്ലാം പറയുമ്പോൾ ആരെങ്കിലും കുറ്റപ്പെടുകയാണെങ്കിൽ
അത് ഞാൻ പ്രജാപതിയെ സമീപിച്ചിട്ടുണ്ട്, അങ്ങേ ഉത്തരം പറഞ്ഞോളെന്ന് പറഞ്ഞങ്ങ് ഊരിക്കൊള്ളുക. അവർക്ക് തന്നെ അറിയാം ഇതെല്ലാം പറയുമ്പോൾ. പക്ഷെ ഇത് വലിയ നിഗൂഢമായ, കാരണം അക്ഷരങ്ങളിലൂടെയാണ് സയൻസ് ഉണ്ടായിട്ട്, എല്ലാത്തിനും നാമങ്ങൾ ഉണ്ടായിട്ട് ഈ പ്രപഞ്ചമുണ്ടായിരിക്കുന്നത്. എല്ലാ കർമ്മങ്ങളും അക്ഷരങ്ങളിലൂടെ. സയൻസ് എന്ന് പറയുന്നതും അക്ഷരങ്ങളിലൂടെയാണ്, അക്ഷരങ്ങളുടെ ക്രമീകരണങ്ങളിലൂടെയാണ് അത് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് കുറച്ച്, അതുകൊണ്ട് നമ്മൾ ഉത്തരം പറയാനൊന്നും നിൽക്കണ്ട, അതിന് നിന്നാൽ ശരിയാവില്ല. അതെല്ലാം പ്രജാപതിയോട് പോയി പറഞ്ഞിട്ടുണ്ട്, അവിടെ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞങ്ങ് വിട്ടേച്ചാൽ മതി എന്നാണ് എന്നോടും പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാൻ അത് പ്രജാപതിയോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ പോയി ചോദിച്ചാൽ മതി. അതേപോലെ ഉദ്ഗാതാവിൻ്റെ ഈ സ്പർശങ്ങളെ, അതായത് കാക്ക ഗ ഗാങ്ങ മൂലായ അക്ഷരങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല, ചുമ്മാ ഉണ്ടാക്കിയിട്ടതാണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ, ഞാൻ മൃത്യുവിനെ ശരണം പ്രാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ സംശയം തീരുവാൻ മരിച്ചാലേ നിന്റെ സംശയം തീരുള്ളൂ എന്നാണ്. ഞാൻ മൃത്യുവോട് പോയി പറഞ്ഞിട്ടുണ്ട്, അവൻ ശരിയായിക്കോളും, നോയിക്കോളും നിന്റെ കാര്യം. അതായത് നിനക്ക് മരിച്ചാലും ഈ സംശയം തീരാൻ പോകുന്നില്ല, നിന്റെ കാര്യം. കെമിസ്ട്രിയിൽ ഇലക്ട്രോൺ പ്രോട്ടോണുകളെ കൂടിച്ചേരുന്ന ഊർജ ലെവൽ അനുസരിച്ചിട്ടാണ് ഈ പ്രപഞ്ചമുണ്ടായത് എന്നതുപോലെ തന്നെ അതിലും സൂക്ഷ്മമാണ് അക്ഷരങ്ങളിലൂടെയാണ് ആദ്യം സയൻസ് ഉണ്ടായിരിക്കുന്നത്, സയൻസിലൂടെയാണ് ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് സയൻസിലും ഇത്തരത്തിലുള്ള കുറേ നിയമങ്ങളുണ്ട്. ഭാഷയിലും അക്ഷരങ്ങളിലും ആ അക്ഷരങ്ങളാണ് ഇതെല്ലാമായി മാറിയത് എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതിൻ്റെ ഉത്തരം നമുക്ക് പറഞ്ഞ് ബോധിപ്പിക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് സ്പർശങ്ങൾ അല്ലെങ്കിൽ വ്യഞ്ജനാക്ഷരങ്ങളെപ്പറ്റി ആരെങ്കിലും സംശയം ചെയ്യാനൊന്നും ഇല്ല, അല്ല ചുമ്മാ എന്നാൽ തെളിയിക്കുന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കാര്യം ഞാൻ മൃത്യുവോട് പറഞ്ഞിട്ടുണ്ട്, അത് അവൻ നോക്കിക്കോളും. കാരണം നീ മരിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ സംശയം നിന്റെ തീരാൻ പോകുന്നില്ല, അവൻ നിന്നെ ദയിപ്പിച്ചുകൊള്ളും എന്ന് പറയുകയാണ്. നിന്റെ സംശയം തീർക്കാൻ ഒരു വഴിയുള്ളൂ, നിന്നെ തന്നെ തട്ടിക്കളഞ്ഞിട്ടേ കാര്യമുള്ളൂ, വേറെ കാര്യമൊന്നും ഇല്ല, നിന്റെ സംശയം തീരൂല്ല. ഞാൻ ഇന്ദ്രനിൽ നിന്നും ബലം കൊടുക്കും എന്ന് ഉറപ്പിച്ച്, അപ്പൊ ഇന്ദ്രനെ ബലവുമായിട്ട് ബന്ധിപ്പിക്കണം, എല്ലാ സ്വരങ്ങളെയും ബലങ്ങളെയും ഉച്ചരിക്കണം. ഇന്ദ്രനിൽ നിന്ന് ബലം സംഭരിച്ചുകൊണ്ട് എല്ലാ സ്വരങ്ങളെയും ബലങ്ങളെയും ഉച്ചരിക്കണം. ഉച്ചരിക്കുന്നത് ആ തരത്തിൽ വേണം നമ്മൾ അവയെ ഉച്ചരിക്കാൻ. ഓരോ അക്ഷരങ്ങളും ബലം പ്രയോഗിച്ച് ഉച്ചരിക്കേണ്ടത് ബലം പ്രയോഗിച്ചിട്ട് തന്നെ ഉച്ചരിക്കണം. ഞാൻ പ്രജാപതിക്ക് അവനവനെ ദാനം ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടും, പ്രജാപതിക്ക് അവനവനെ ദാനം ചെയ്യട്ടെ, പ്രജാപതിയുടെ കാര്യം നേരത്തെ ഇതിനെല്ലാം പ്രജാപതിയായിട്ടും ഇന്ദ്രനും എല്ലാം ആയിട്ടാണ് ബന്ധിപ്പിച്ച ഈ അക്ഷരങ്ങളെ. അപ്പൊ ആ പ്രജാപതിക്ക് വേണ്ടിയാണ്, പ്രജാപതിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? എന്തോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പ്രജാപതിയായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടും എല്ലാ ഊഷ്മാക്കളെയും, അതായത് ഷാ ഷാ സാഹ എന്നീ അക്ഷരങ്ങളെല്ലാം ഉച്ചരിക്കുമ്പോൾ ഉള്ളിലുള്ളത് പുറത്തു വിടാതെയും പുറത്തുള്ളതിനെ ഉള്ളിൽ പ്രവേശിപ്പിക്കാതെയും തടയപ്പെട്ട നിലയിൽ അവ പറയുമ്പോൾ, ഉച്ചരിക്കുമ്പോൾ ഷാ ഷാ സാഹ ഇവ ഉച്ചരിക്കുമ്പോൾ അകത്തുള്ള ശ്വാസം പുറത്തും പോവില്ല, പുറത്തുള്ള ശ്വാസവും അകത്ത് ശ്വസിക്കുന്നത് പൂർണ്ണമായും തടഞ്ഞുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്, പറയപ്പെടേണ്ടത്. പിന്നെ മൃത്യുവിൽ നിന്നും അവനവനെ ഞാൻ പരിഹരിക്കട്ടെ എന്ന് വിചാരിച്ച്, മൃത്യുവിൽ നിന്നും നമുക്ക് അവനവനെ രക്ഷിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഇത്തരത്തിൽ വിചാരിച്ച് എല്ലാ സ്പർശങ്ങളും സാവധാനത്തിൽ മറ്റോരോ വർണ്ണങ്ങളോടും കലരാതെ ഉച്ചരിക്കണം. സ്പർശങ്ങൾ, അതായത് ക ക ഗ ഗ ങ എന്നീ അക്ഷരങ്ങൾ മറ്റുള്ളവയോട് കൂടാതെ അതിൻ്റെ ശൈലിയിൽ തന്നെ നമ്മൾ ഉച്ചരിക്കണം. കായെന്ന് പറയുമ്പോൾ ഗൃഹനായി പോറ്,
മറ്റുള്ളവരെ ഒന്നും കൂട്ടാതെ കാ പറയുമ്പം ഖാ എന്ന് തന്നെ പറയണം, ക എന്ന് പറയുമ്പോൾ കാ എന്ന് തന്നെ പറയണം, ക ഖ എന്ന് പറയുമ്പോൾ അത്തരത്തിൽ തന്നെ പറഞ്ഞിട്ട് ഉച്ചരിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കുമ്പോൾ അത് ബൃഹസ്പതിയായിട്ട് ബന്ധപ്പെട്ടതായാലും പ്രാണനായിട്ട് ബന്ധപ്പെട്ടായാലും പിന്നെ ആരാണ് ഇന്ദ്രനായിട്ട് ബന്ധപ്പെട്ടായാലും ഇന്ദ്രനായിട്ട് ബന്ധപ്പെട്ട അക്ഷരങ്ങളെ ബലം പ്രയോഗിച്ച് തന്നെ പറയണം. ചില അക്ഷരങ്ങൾ ബലം പ്രയോഗിച്ചിട്ട് പറയണം. അത്തരത്തിൽ ഉച്ചരിക്കണമെന്ന് പറയുകയാണ്. അവയെല്ലാം ഉച്ചരിക്കുമ്പോൾ, അങ്ങനെയുള്ള അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ഞാൻ ജലത്തിൽ നിന്നും ബാലന്മാരെ എന്ന പോലെ, വെള്ളം കാണുമ്പോൾ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കുന്നത് പോലെ മൃത്യുവിൽ നിന്നും ആത്മാവിനെ പരിഹരിക്കാം എന്ന് ധ്യാനിക്കണം. മൃത്യുവിൽ നിന്നും ആത്മാവിനെ പരിഹരിക്കാം എന്ന് ധ്യാനിക്കണം. ആ പറഞ്ഞതിൻ്റെ അർത്ഥം മൃത്യു എന്ന അക്ഷരങ്ങൾ ഏതാണ്? വ്യഞ്ജനാക്ഷരങ്ങളാണ്. അതിൽ നിന്നും ആത്മാവിനെ പരിഹരിക്കട്ടെ, മൃത്യുവിൽ നിന്നും ആത്മാവിനെ പരിഹരിക്കട്ടെ എന്ന് ധ്യാനിക്കണം. സ്വരാക്ഷരങ്ങളിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. ആദ്യം സ്വരാക്ഷരങ്ങളാണ്. അതിന് ഇൻഡിപെൻഡൻ്റ് ആണ്. അത് പ്രാണനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന് നാശമില്ല. പക്ഷേ അതിൻ്റെ വ്യഞ്ജനങ്ങൾ കൂടിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ വസ്തുക്കളുടെയും നാമങ്ങൾ ഉണ്ടാക്കുക. വസ്തുക്കൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ കല്ലുണ്ടായി എന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ നാമം തന്നെയല്ലേ അത്. കല്ല് എന്ന് പറയുന്ന നാമമല്ലേ. ആ നാമമാണ് കല്ലായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, കല്ല്. പക്ഷേ നമ്മൾ പറയുന്നത് കല്ല് നാമമാണ് പറയുന്നത്. സാധനം കൈമല് കല്ല് വേറൊരു സാധനമാണ്, ഒരു കട്ട ഒരു സാധനമാണ്. അപ്പം അതിനെ നമ്മൾ കല്ല് എന്ന് പറയുമ്പോൾ ആ അക്ഷരങ്ങളാണ് അവിടെ പ്രാധാന്യം. അക്ഷരങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ സ്ഥലത്തെന്തോ ഒന്ന് കിടക്കുന്നുണ്ട്, അത് മൃത്യുള്ളതാണ്. അപ്പം അതെല്ലാം മൃത്യുള്ളതാണ്. ആ പേരും മൃത്യു ഉണ്ടാകുമ്പോൾ അത് നശിക്കും. കല്ല് എന്ന് പറയുന്നത് അത് നശിച്ചു പോയാൽ പിന്നെ കല്ല് എന്ന് പിന്നെ ആരും ഓർക്കില്ല. പക്ഷെ അതിലുള്ള ആ വ്യഞ്ജനങ്ങൾക്ക് ഒറ്റക്ക് നിലനിൽക്കാൻ പറ്റില്ല. സ്വരങ്ങളുമായിട്ടെല്ലാം ചേർന്നിട്ടേ പറയുള്ളൂ. അതിലുള്ള സ്വരങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല. അവിടെ ആറ്റങ്ങളെ അല്ലെങ്കിൽ ദ്രവ്യങ്ങളെയെല്ലാം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. അതിൻ്റെ രൂപം മാറ്റാമെന്ന് പറയുന്നത് പോലെ സ്വരാക്ഷരങ്ങളുടെ സഹായത്താലാണ് വ്യഞ്ജനങ്ങളെല്ലാം പല വസ്തുക്കളായിട്ട് മാറിയെങ്കിലും ആ വസ്തുക്കളിൽ എന്തുണ്ട്? സ്വരാക്ഷരങ്ങളുണ്ട്. ഈ വസ്തുവെ മാറ്റിയാലും എന്ത് ശേഷിക്കും? സ്വരാക്ഷരങ്ങൾ ശേഷിക്കും. ആ തരത്തിൽ ധ്യാനിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണും പ്രോട്ടോണും വസ്തുക്കളും എല്ലാം നശിച്ചാലും ആ ബ്രഹ്മം നിലനിൽക്കും. അതുപോലെ ഈ വസ്തുക്കളുടെ പേര് നമ്മൾ ചക്ക മാങ്ങ എന്ന് പറഞ്ഞാൽ ആ ചക്കയും മാങ്ങയെല്ലാം വ്യഞ്ജനാക്ഷരങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും അതിലെന്ത്? സ്വരാക്ഷരങ്ങളുണ്ട്. സ്വരാക്ഷരങ്ങളാണ് ബ്രഹ്മം. ആ വസ്തുക്കളും ചക്കയും മാങ്ങയും നശിച്ച ആ പേര് നശിച്ചാലും വ്യഞ്ജനാക്ഷരങ്ങളെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതെല്ലാം നശിച്ച പേരുകൾ നശിച്ചാലും അതിൽ നിന്നും മൃത്യുവിലൂടെ അത് നശിച്ചാലും അതിനെ പിന്നിൽ പ്രവർത്തിച്ച സ്വരാക്ഷരങ്ങൾ, അതായത് പ്രാണൻ, ആത്മാവ്, അതിനെ നമ്മൾ എന്ത് വേണം? പരിഹരിച്ചെടുക്കുക തന്നെ വേണം. അതിനെ സ്വതന്ത്രമാക്കി കാണുക തന്നെ വേണം. ഇതൊരു വല്ലാത്ത വിഷയമാണെന്നറിയാം. ഏതായാലും ആ സൂക്തം എല്ലാ ഖണ്ഡം അങ്ങനെ 22ാമത്തെ ഖണ്ഡം അങ്ങനെ കഴിഞ്ഞു. ഇനി 23ലേക്ക്.